ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ ദേവി, കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തില് മങ്കി പോക്സ് സ്ഥിരീകരിച്ച ഈ ഒരു സമയത്ത് മങ്കി പോക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതും പ്ലസ് കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസും കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ മങ്കി പോക്സ് എന്ന് പറയുന്നത് ഒരു പോക്സ് വൈറഡി വിഭാഗത്തിൽ പെടുന്ന ഒരു വൈറസാണ്. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സ്മോൾ പോക്സ് ഉണ്ടാക്കിയിരുന്ന വേരിയോള വൈറസ് എന്ന് പറയുന്ന ആ ഒരു DNA വൈറസിന്റെ അതേ വിഭാഗത്തിൽ അതേ ജനസിൽ പെടുന്ന മറ്റൊരു വൈറസാണ് ഈ മങ്കി പോക്സ് വൈറസ്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത് കോവിഡിനെ പോലെയോ ഇൻഫ്ലുവൻസയെ പോലെയോ അല്ലെ ഡെങ്കി പോലെയൊക്കെ വളരെ ക്രമാതീതമായി പടർന്നു പിടിക്കുന്ന തരത്തിലുള്ളൊരു അസുഖമേ അല്ല. ഈ ഒരു വൈറസിന് എഗനിസ്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് പ്രിക്വേഷൻസും പ്രതിവിധികളും പ്രതിരോധവും എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ഇതിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു വൈറസുകളല്ല. അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റീസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള പ്രിക്വേഷൻസ് മാത്രം ചെയ്താൽ മതി ഇങ്ങനെയുള്ള വൈറസുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഈ ഒരു അസുഖങ്ങളൊക്കെ നമ്മൾ അറിയുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെയുള്ള വൈറസുകളുടെ പ്രസൻസ് പലതരത്തിലുള്ള അനിമൽസിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു എൻഡമിക് ആയിട്ടുള്ള സ്ഥലം പറയുകയാണെങ്കിൽ, അതായത് ഇതിന്റെ ഒരു പ്രദേശം, ഈ ഒരു വൈറസുകൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ആ ഒരു പ്രദേശം ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. സെൻട്രൽ ആഫ്രിക്കയും വെസ്റ്റേൺ ആഫ്രിക്കയും ഒക്കെയാണ്. അവിടെയുള്ള ചില സസ്തിനികളിലും റോഡൻസ് അഥവാ എലികൾ പോലെയുള്ള ജീവികളിലും ഒക്കെ ഈ ഒരു വൈറസിന്റെ പ്രസൻസ് ഉണ്ട്. അതൊരു അസുഖം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസൻസ് അല്ല. ഈ ഒരു വൈറസ് ആ ഒരു മൃഗങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുകളിലും ഒക്കെ ഈ വൈറസിന്റെ പ്രസൻസ് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം ഇത് ലബോറട്ടറി കുരങ്ങുകളിൽ ഒരു ഇൻഫെക്ഷനായി വന്നപ്പോഴാണ് ഇത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ മങ്കി പോക്സ് എന്നായി ആദ്യം ഒരു നാമധേയം കൊടുത്തത്. പക്ഷെ പിന്നീട് കണ്ടുപിടിക്കുകയുണ്ടായി മങ്കികളല്ല ഇതിന്റെ പ്രധാനമായ റിസർവോയേഴ്സ് അഥവാ സംഭരണികൾ. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു പേര് മാറ്റുകയും എംപോക്സ് എന്നുള്ള പേര് നൽകുകയും ചെയ്തു. ഒരു കാലഘട്ടം വരെ നമ്മൾ സ്മോൾ പോക്സിന്റെ ആ ഒരു ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് സ്മോൾ പോക്സ് വാക്സിനേഷൻ കൃത്യമായി നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ മങ്കി പോക്സ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല. അതിനർത്ഥം സ്മോൾ പോക്സിന്റെ വാക്സിനേഷൻ മങ്കി പോക്സ് എന്ന അസുഖത്തിനും എഫക്റ്റീവ് ആയിരുന്നു. വൺസ് സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തു, അതിന്റെ വാക്സിനേഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് 1-2 കേസുകൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യമായി അറിയേണ്ടത് ഇത് എങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്, അതായത് അനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് വരുന്ന ഒരു ഡിസീസാണ്. ഇതെങ്ങനെ ആനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആനിമൽസ്, ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയ ആനിമൽസിന്റെ സെക്രീഷൻസിന്റെ ക്ലോസ് കോണ്ടാക്ട് വഴി, അവരുടെ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി ഒക്കെ തന്നെ നമുക്കിത് സ്പ്രെഡ് ആവാറുണ്ട്, നമുക്കിത് ട്രാൻസ്മിറ്റഡ് ആകാറുണ്ട്. അതുപോലെ നമ്മളിപ്പം റോഡൻസ് എന്ന് പറഞ്ഞു, എലിശല്യമൊക്കെ എല്ലായിടത്തും കാണും. ഇപ്പൊ എലിയുടെ എക്സ്ക്രീറ്റ, യൂറിൻ, ഇതുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡ് ഐറ്റംസ് അല്ലാതെ അറിയാതെ ഇതുമായിട്ട് നമ്മുടെ ബെയർ ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഈ അസുഖം പടരാൻ ചാൻസ് ഉണ്ട്. വൺസ് ഇത് അനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് പകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻസ് ടു ഹ്യൂമൻ സ്പ്രെഡ് ഇതുപോലെ തന്നെ അടുത്തിടപഴകുന്നത് കൊണ്ടും സമ്പർക്കം കൊണ്ടും ഒക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള സ്പ്രെഡ് ശരിയായ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർത്തും കുറവാണ്. അപ്പൊ നമ്മൾ അറിവില്ലായ്മയിലാണ് നമ്മൾക്ക് ഇങ്ങനൊരു അസുഖബാധിതരോട് ക്ലോസ് ആയിട്ട് ഇടപെടുകയോ അവരുടെ മലമൂത്ര വിസർജനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി സാമ്പിൾസ്, അവരുടെ സ്രവങ്ങളിൽ നിന്നോ ഒക്കെ അവരുടെ അടുത്തായിട്ട് സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവരുടെ ആ ഒരു തുപ്പലിൽ നിന്നോ മൂക്കിൽ നിന്നും വരുന്ന ആ ഒരു ഫ്ലൂയിഡിൽ നിന്നോ ഒക്കെയുള്ള ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ പൊങ്ങുന്ന ചില ഫ്ലൂയിഡ് നിറഞ്ഞ ബ്ലിസ്റ്ററുകൾ പൊട്ടിയിരിക്കുമ്പോൾ അതിൽ നിന്നുമുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്, ഇങ്ങനെയൊക്കെയുള്ള കോണ്ടാക്ട് വഴിയാണ് ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വൺസ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു 2-2.5 കൊണ്ടാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്തൊരു 14 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എല്ലാ അസുഖം വരുന്നത് പോലെ തന്നെ പനി, ശരീരവേദന, എല്ലാ വൈറൽ ഫീവറിനും വരുന്ന എല്ലാ സിംറ്റംസും വരാറുണ്ട്. പക്ഷെ വൺസ് ഫീവർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2nd to 3rd ഡേയിൽ തന്നെ വെള്ളം നിറഞ്ഞ കുമിളകൾ നമ്മുടെ ദേഹത്തൊക്കെ വരും. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കയ്യിൽ, എക്സ്ട്രിമിറ്റീസിൽ, അതായത് കയ്യിലും
മുഖത്തും ഒക്കെ തന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ തന്നെ വെള്ളം നിറഞ്ഞ കുമിളകൾ കാണാൻ പറ്റും. പോരാത്തതിന് ലിംഫ് നോഡ്സും എൻലാർജ് ആകും. ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടലകൾ പോലുള്ള ഗ്രന്ഥികൾ, അതായത് അത് നമുക്ക് താടിയുടെ താഴെ, കക്ഷത്ത്, ഗ്രോയിൻസില് ഇവിടെയൊക്കെ ആ ഒരു ഗ്രന്ഥികളിലും തടിപ്പും വീക്കവും ഉണ്ടാവും. ഈ ഒരു ഇൻഫെക്ഷനോട് കൂടി അങ്ങനെയും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ഇത് നമുക്ക് പല അസുഖങ്ങൾക്കും ഇതേപോലെയുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ചിക്കൻ ബോക്സ്, മീസിൽസ്, തക്കാളിപ്പനി ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൽ നിന്നുമൊക്കെ നമുക്ക് എംപോക്സ് ആണ് എന്ന് അറിയാനായിട്ടുള്ള ചില ക്ലിനിക്കൽ കാര്യങ്ങളും ഉണ്ട്. ഒപ്പം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ PCR ടെസ്റ്റ് ആണ്. ഈ ഒരു DNA വൈറസിനെ സ്ഥിരീകരിക്കാനുള്ള PCR ടെസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗി ഈ രോഗലക്ഷണങ്ങളായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിപ്പോ നമുക്ക് ചിക്കൻ ബോക്സ് ആണ് എന്ന് ഇപ്പൊ പനി, ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കുരുക്കളൊക്കെ ആദ്യം വരുന്നത് നമ്മുടെ ട്രങ്ക് ഒരു ഏരിയ, വയർ, ആ ഒരു നെഞ്ച്, ആ ഒരു ഭാഗത്തായിരിക്കും വരുന്നത്. ചിക്കൻ ബോക്സിലെ എല്ലാ കുരുക്കളും അറ്റ് എ ടൈം വെള്ളം നിറഞ്ഞ കുരുക്കളായിരിക്കത്തില്ല. കുറച്ച് കുരുക്കൾ വന്നതിന് ശേഷം അത് ഒന്ന് പൊറ്റ പിടിക്കുമ്പോഴായിരിക്കും വേറെ കുരുക്കൾ വരുന്നത്. അങ്ങനെയായിരിക്കും ചിക്കൻ ബോക്സിൽ. ഇപ്പൊ ചിക്കൻ ബോക്സിൽ എല്ലാ തരത്തിലും ഉള്ള കുരുക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ അത് പല പല സമയങ്ങളിലായിട്ടാണ് വരുന്നത്. കൂടുതലും നെഞ്ച്, വയറ് ഭാഗങ്ങളിലാണ്. കൈകാലുകൾ, അതായത് ഈ പോർഷൻസിലൊന്നും ചിക്കൻ ബോക്സിന്റെ കുരുക്കൾ അങ്ങനെ വരാറില്ല. പിന്നെ വേറൊരെണ്ണം പറയുകയാണെങ്കിൽ മീസിൽസിന്റെ കുരുക്കളിലും, മീസിൽസിൽ കൂടുതലായിട്ട് വെള്ളം നിറഞ്ഞ കുരുക്കൾ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പറ്റും. പിന്നെ തക്കാളിപ്പനി ആകട്ടെ കൂടുതലായിട്ട് വായുടെ അകത്തും കൈയുടെ അകത്തും പാംസ് ആൻഡ് സോൾസിലൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം രോഗലക്ഷണങ്ങളൊക്കെ ഏകദേശം മോറോർലെസ് സിമിലർ ആണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും ക്ലിനിക്കലി നമുക്ക് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സാമ്പിൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുമിളകളിലെ ആ ഒരു വെള്ളമാണ് നമ്മൾ സാമ്പിളിങ് എടുക്കുന്നത്. അതൊരു സ്വാബിൽ എടുത്തതിന് ശേഷം PCR ചെയ്യാനായിട്ട് വിടുകയാണ്. അപ്പൊ അതൊരു DNA വൈറസ് ആണ്. PCR നമ്മൾ അതിന്റെ കൺഫർമേഷൻ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസൊലേഷനിൽ തന്നെയായിരിക്കും പേഷ്യന്റ്. ഈ ഒരു ഡിസീസ് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അതായത് സ്വതവേ പോകുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള കെയർ ആ പേഷ്യന്റിന് കൊടുക്കണം. പേഷ്യന്റിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം, നല്ല ഫുഡ്, നല്ല ഒരു കണ്ടീഷൻ ഒരുക്കണം, റെസ്റ്റ് എടുക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു വിത്തിൻ ഒരു 3 to 4 വീക്സിൽ തന്നെ എല്ലാ ലീഷൻസും പോയി കഴിഞ്ഞ് പേഷ്യന്റ് ബെറ്റർ ആകും. ഇതിൽ കോംപ്ലിക്കേഷൻസിന്റെ ഒക്കെ ചാൻസ് വളരെ കുറവാണ്. കോംപ്ലിക്കേഷൻസ് തീർത്തുമില്ല എന്നല്ല, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്, എന്നാലും ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഏതൊരു പീരീഡാണ് ഇങ്ങനെയുള്ള ഒരു രോഗിക്ക് ഇൻഫെക്റ്റ് എന്ന് പറയുന്നത്, പനി തുടങ്ങുന്ന, അതായത് ഈ പനി തുടങ്ങി കുമിളകൾ പ്രത്യക്ഷപ്പെടുന്ന ആ സമയം തൊട്ട് എല്ലാ ലീഷൻസും, എല്ലാ കുമിളകളും കരിഞ്ഞ് ഉണങ്ങി പോകുന്നത് വരെ ഈ രോഗി മറ്റൊരാൾക്ക് രോഗം പകരാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പീരീഡിൽ തന്നെ ഇവരെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രതിരോധം എടുക്കേണ്ടതെന്ന്. അപ്പം ഇതുപോലെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിന്നും കഴിയുന്നതും നമ്മൾ അവരുമായിട്ടൊരു ക്ലോസ് കോണ്ടാക്ട് വെക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക. പെറ്റ് അനിമൽസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണെങ്കിലും ശരി, വൺസ് നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, അവരുടെ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. പിന്നെ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും നമ്മൾ അങ്ങനെയുള്ള ആനിമൽസുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കുറയ്ക്കുക തന്നെ വേണം. അവരെ കൈകാര്യം ചെയ്യുന്നത് ആനിമൽ ഹാൻഡ്ലിംഗ് കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, കൈ വൃത്തിയായി കഴുകണം. പിന്നെ എല്ലാ ഒരു രോഗലക്ഷണങ്ങളുള്ളവരിൽ നിന്നും നമ്മളൊരു കയ്യകല ദൂരം പാലിക്കണം. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്ര തന്നെ മതി ഈ ഒരു അസുഖം തടയാനായിട്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു മെഡിക്കൽ ടോക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.